ക്രിസ്മസ് എക്സാം എൻ്റെ കുട്ടികൾക്കുള്ള ഒരു പെർഫെക്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. അതെങ്ങനെയാണ് ഒരു പെർഫെക്റ്റ് ഓപ്പർച്യൂണിറ്റി ആവുന്നത് അല്ലേ? മക്കളെ, നമ്മുടെ മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരും, ഒരുപാട് അവസരങ്ങൾ വരും. അങ്ങനെ വന്ന ഒരു അവസരമായിരുന്നു നമ്മുടെ ഓണം എക്സാം എന്ന് പറയുന്നത്. അതിന് നമ്മൾ വിചാരിച്ച് എക്സ്പെക്ട് ചെയ്ത അത്രയും കാര്യങ്ങളൊന്നും നടന്നിട്ടുണ്ടാവില്ല, വിചാരിച്ച അത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, അതൊക്കെ പോട്ടെ. ഇനി അതിനുശേഷം നമുക്ക് ഒരുപാട് ക്ലാസ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ വന്നു. അതെല്ലാം നമ്മുടെ മുന്നിലുള്ള ഓരോ ഓപ്പർച്യൂണിറ്റീസ് ആയിരുന്നു. അപ്പോഴെല്ലാം നമ്മൾ കാത്തിരുന്നു, ഇതൊക്കെ എന്ത് അല്ല, ഇതൊക്കെ ചെറിയ ചെറിയ ടെസ്റ്റ് പേപ്പറുകളല്ലേ, നമുക്ക് ക്രിസ്മസ് എക്സാം വരട്ടെ, ക്രിസ്മസ് കഴിഞ്ഞാൽ നമ്മൾ പറയും എന്താണ്, ആനുവൽ എക്സാം വരട്ടെ, അതിന് ഞാൻ നല്ല മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ നമ്മുടെ മുന്നിൽ അവസരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെല്ലാവരും ഒരു വെയിറ്റിങ്ങിലാണ്. ഇതൊരു പെർഫെക്റ്റ് ഓപ്പർച്യൂണിറ്റി അല്ല, പെർഫെക്റ്റ് ആയിട്ടുള്ള വരട്ടെ, നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരട്ടെ, അപ്പം ഞാൻ സ്കോർ ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് നമ്മളിങ്ങനെ വെയിറ്റിങ്ങിലാണ്. പക്ഷേ നമുക്കങ്ങനെ ഒരു പെർഫെക്റ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞ് വരുമൊന്നുമില്ല. നമ്മുടെ മുന്നിൽ വരുന്ന അവസരങ്ങൾ അത് പെർഫെക്റ്റ് ആക്കുന്നത് നമ്മൾ തന്നെയാണ്. ഇപ്പം നമ്മുടെ മുന്നിലൊരു അവസരം വന്നു, അതിന് നമ്മൾ എങ്ങനെയാണോ യൂട്ടിലൈസ് ചെയ്യുന്നത്, അതിനുവേണ്ടി നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇടുന്നുണ്ട്, അതിൻ്റെ ഒരു റിസൾട്ടാണ് നമുക്ക് അതിനുള്ളിൽ നിന്ന് കിട്ടുക. അതാണ് ഡിസൈഡ് ചെയ്യുന്നത്, ആ റിസൾട്ടാണ് ഡിസൈഡ് ചെയ്യുന്നത് ആ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിരുന്നോ അല്ലയോ എന്നുള്ളത് അല്ലേ. ചില കാര്യങ്ങൾ നടന്നു കഴിയുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലേ, ഇതെനിക്കുള്ളതല്ലായിരുന്നു, ഇതല്ലായിരുന്നു ഞാൻ ഉദ്ദേശിച്ചെന്നൊക്കെ പറയുന്നുള്ളതായിരിക്കും. ഇതല്ല, അപ്പം ഞാൻ ചെയ്തതിലുള്ള മിസ്റ്റേക്ക് അല്ല, ആ നേരത്തിൻ്റെ അല്ല ആ ടൈമിൻ്റെ പ്രശ്നമായിരുന്നു എന്നൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഈ വരുന്ന ക്രിസ്മസ് എക്സാം നിങ്ങൾക്ക് മുന്നിലുള്ള ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഇത് നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്താൽ ഇത് നിങ്ങളൊരു പെർഫെക്റ്റ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുന്ന മിസ്സിന് അറിയാം. അപ്പോൾ ഒരുപാട് എക്സ്ക്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് ഓണം എക്സാമിൻ്റെ സമയത്ത് ഉണ്ടായിരുന്നു. ലൈക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ മാറിയത്, അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കി പഠിക്കണം എന്ന് പറയുന്ന പുതിയൊരു കാര്യം വന്നത്, അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഓണം എക്സാമിന് ഉണ്ടായിരുന്നു. ഇനി അതൊന്നും ഒരു എക്സ്ക്യൂസ് ആയിട്ട് നമുക്ക് ക്രിസ്മസ് എക്സാമിന് പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാം നമുക്ക് മനസ്സിലായി. ശരിക്കും നമ്മുടെ ക്രിസ്മസ് എക്സാം എന്ന് പറയുമ്പോൾ അതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ഇതിനെ വിളിക്കാനായിട്ട് എന്താണ്, ദിസ് ഇസ് അവർ ഹാഫ് ഇയർലി എക്സാം. ഈ ഒരു അക്കാദമിക് ഇയർ പകുതിയോളം നമ്മൾ എത്തിക്കഴിഞ്ഞു അല്ലേ. ഈ ഒരു അക്കാദമിക് ഇയർ ത്രൂ ഔട്ട് നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതിനൊരു തെളിവ് കാണിക്കാനായിട്ടുള്ള ഒരു സമയമാണ്. ഇനി പ്രൂഫ് കാണിച്ചിട്ടുള്ള ഡയലോഗിടേ നടക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്കുള്ള വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു എക്സാമാണ്. ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. ഒരു ഹാഫ് വേ നമ്മൾ എത്തി നിൽക്കുകയാണ് നമ്മുടെ അക്കാദമിക് ഇയറിൽ. സോ ഇതാണ് പെർഫെക്റ്റായി നമുക്ക് നമ്മൾ ആരെയാണെന്ന് കാണിച്ചു കൊടുക്കാനുള്ളത്, നമ്മൾ എന്ത് ചെയ്യായിരുന്നു എന്ന് കാണിച്ചു കൊടുക്കാനായിട്ടുള്ള ഒരു പെർഫെക്റ്റ് ടൈമാണ്. സോ ഇത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. കാരണം ഇവിടെ നിങ്ങൾ നല്ലൊരു റിസൾട്ട് ബിൽഡ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഒന്നും നോക്കാനില്ല. നിങ്ങൾക്ക് പിന്നെ ഈ വരുന്ന ആനുവൽ എക്സാം നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് എക്സാമിന് മെജോറിറ്റി നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് നമുക്ക് ഓരോ സബ്ജക്റ്റ് ഒന്നും പഠിക്കാനായിട്ടുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഒരു ഗംഭീരമായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ തന്നെ അത്യാവശ്യമാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ തയ്യാറാണെങ്കിൽ ദിവാലി സ്പെഷ്യലായിട്ട് നമ്മൾ ഒരുപാട് ഓഫേഴ്സ് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത് എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ക്ലാസ്സസ് കാണാനും പഠിക്കാനും ഒക്കെ പറ്റണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ദിവാലി സ്പെഷ്യലായിട്ട് നമ്മൾ എല്ലാ ബാച്ചസിലും നമ്മുടെ ഫീസ് റിഡക്ഷനും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓഫർ പ്രൈസിൽ എൻ്റെ കുട്ടികളെ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങളുടെ മുന്നിലുള്ള ഈ ഒരു ഓപ്പർച്യൂണിറ്റി അത് ബെസ്റ്റ് ആവണം എന്ന് തീരുമാനിക്കേണ്ടത് ആദ്യം നിങ്ങൾ തന്നെയാണ്. സോ നമുക്ക് നമ്മുടെ ഓഫർ പ്രൈസുകളും കാര്യങ്ങളും നോക്കാം. എല്ലാ ബാച്ചസിലും നമ്മളിത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ 6ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ യുവ ബാച്ചിൽ വെറും 1499 രൂപയ്ക്ക് 6ാം ക്ലാസ് അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആൻഡ് സൃഷ്ടി ബാച്ച് നോക്കുകയാണെങ്കിലും ഇതേ സെയിം പ്രൈസ് തന്നെയാണ്, 1499 രൂപയ്ക്ക് 7ാം ക്ലാസ്സിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ആൻഡ് 8ാം ക്ലാസ്സിൽ 1999 രൂപയാണ് ആദ്യം മുതലുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിക്കോട്ടെ, ലൈവ് ക്ലാസ്സുകളായിക്കോട്ടെ, PDF നോട്ട്സുകളായിക്കോട്ടെ, ചാപ്റ്റർ വൈസ് വർക്ക്ഷീറ്റ് ആയിക്കോട്ടെ, എക്സാംസ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിന് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ ഈ ഒരു ഓഫർ പ്രൈസിൽ. ആൻഡ് നിങ്ങൾ ആൽഫ ബാച്ചിലെ ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറും 2199 രൂപയ്ക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ലഭ്യമാണ്. അതുപോലെ തന്നെ ലക്ഷ്യ ബാച്ച് നമ്മുടെ SSLC കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ 2699 രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം കിട്ടുന്നത്. ആൻഡ് ഓൾസോ നമ്മുടെ CBSE ലക്ഷ്യ ബാച്ചിലുള്ള കുട്ടികൾക്കും ഈ പറഞ്ഞിട്ടുള്ള ഓഫർ പ്രൈസ് കിട്ടുന്നുണ്ട്. 2999 രൂപയാണ്. അത് നമ്മുടെ +1 കുട്ടികൾക്കും +2 കുട്ടികൾക്കും 3499 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും അനിയന്മാർക്കും ഒക്കെ അയച്ചു കൊടുക്കുക. കാരണം നമ്മുടെ എല്ലാ ബാച്ചസിലും നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഫീസ് റിഡക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇത് ആരും മിസ് ചെയ്യരുത്. എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഇനിയുള്ള ഈ ഒരു ഹാഫ് വേ അല്ലെ നമ്മുടെ ഒരു അക്കാദമിക് ഇയറിലെ ഇനിയുള്ള ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം അടിപൊളിയായിട്ട് പഠിക്കാം.